ഒരു പോലീസ് ഓഫീസർ ഒരു സീരിയൽ കില്ലറെ പിന്തുടരുന്നതിനിടെ പെട്ടെന്ന് 30 വർഷം മുന്നോട്ടുള്ള ഭാവിയിലേക്ക് എത്തിപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഇതാണ് ടണൽ എന്ന ഡ്രാമയുടെ കഥ. 1986-ൽ പാക് വാങ് ഹോ എന്ന ഡിറ്റക്റ്റീവ് ഒരു ക്രൂരമായ സീരിയൽ മർഡർ കേസ് അന്വേഷിക്കുകയാണ്. അന്നത്തെ കാലത്ത് ടെക്നോളജി വളരെ കുറവായിരുന്നതിനാൽ കില്ലറെ കണ്ടെത്താൻ അവന് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു രാത്രി കില്ലറെ പിന്തുടരുന്നതിനിടെ അവൻ ഒരു ടണലിലൂടെ ഓടിക്കയറുന്നു. പക്ഷേ ടണലിന്റെ മറുവശത്ത് എത്തുമ്പോൾ അവൻ കാണുന്നത് പൂർണ്ണമായും വേറൊരു ലോകമാണ്. അവൻ എത്തിയിരിക്കുന്നത് 2016-ലേക്കാണ്. 30 വർഷം മുന്നിലുള്ള ഒരു ലോകം. എല്ലാം മാറിയിരിക്കുന്നു. ടെക്നോളജി മാറി, നഗരം മാറി, മനുഷ്യർ മാറി. പക്ഷേ ഒരു കാര്യം മാത്രം മാറിയിട്ടില്ല. അത് ആ സീരിയൽ കില്ലറുടെ കേസ് തന്നെയാണ്. ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങൾ വീണ്ടും നടക്കുകയാണ്. വാങ് ഹോ ആദ്യം ആശയക്കുഴപ്പത്തിലാവുന്നു. ആരും അവനെ വിശ്വസിക്കുന്നില്ല. പക്ഷേ പിന്നീട് അവൻ പുതിയ ലോകത്തിലെ ഡിറ്റക്റ്റീവുകളായ കിം സൺ ജെയും ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ആയ ഷിൻ ജെയിയും ചേർന്ന് കേസ് അന്വേഷിക്കാൻ തുടങ്ങുന്നു. അവർ ഓരോ ക്ലൂവും പിന്തുടരുമ്പോൾ ഷോക്കിംഗ് ആയ പല സത്യങ്ങളും പുറത്തുവരുന്നു. കേസ് കൂടുതൽ ആഴത്തിലേക്ക് പോകുമ്പോൾ വാങ് ഹോ മനസ്സിലാക്കുന്നു, ഇത് ഒരു സാധാരണ സീരിയൽ കില്ലർ കേസ് അല്ല. അവന്റെ സ്വന്തം ജീവിതത്തോടും കുടുംബത്തോടും ഈ കേസിന് വലിയ ബന്ധമുണ്ട്. ഓരോ എപ്പിസോഡും സസ്പെൻസ് നിറഞ്ഞതാണ്. ഓരോ ട്വിസ്റ്റും നിങ്ങളെ ഞെട്ടിക്കും. അതോടൊപ്പം വാങ് ഹോയുടെ തന്റെ ഭാര്യയിലേക്കുള്ള സ്നേഹവും വീട്ടിലേക്ക് തിരികെ പോകാനുള്ള ആഗ്രഹവും കഥയ്ക്ക് വലിയ ഇമോഷണൽ ഡെപ്ത് നൽകുന്നു. ഈ ഡ്രാമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അതിന്റെ റൈറ്റിംഗ് ആണ്. ടൈം ട്രാവൽ കോൺസെപ്റ്റ് വളരെ സ്മാർട്ടായി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ആക്ടിംഗും ടോപ്പ് ലെവലാണ്. എസ്പെഷ്യലി ചോയ് ജിൻ യൂക്കിന്റെ പെർഫോമൻസ് വളരെ പവർഫുൾ ആണ്. ടണൽ ഒരു ക്രൈം ത്രില്ലർ മാത്രമല്ല, ഇത് ടൈം ട്രാവൽ സസ്പെൻസും ഇമോഷണൽ ഫാമിലി ഡ്രാമയും മിക്സ് ചെയ്ത ഒരു മാസ്റ്റർപീസ് ആണ്. നിങ്ങൾക്ക് മിസ്റ്ററി ത്രില്ലർ ഇഷ്ടമാണെങ്കിൽ ഈ ഡ്രാമ മിസ് ചെയ്യരുത്. കാരണം തുടക്കം മുതൽ അവസാനം വരെ ഇത് നിങ്ങളെ സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കാൻ സമ്മതിക്കില്ല. 석류산에서 수박 사체가 발견됐다니. 잠깐만, 대체 이게 뭐예요? 그래, 이거야 이거. 운명과 시간이 교차하는 곳, 터널.